ഹായ് എവരിവൺ, ദിസ് ഇസ് ബിൻസെ ഫ്രം എവിക്ക. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് പേപ്പറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ iOS 17.5 ഒരു ബീറ്റ 4 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഡെവലപ്പർ ബീറ്റ ആയാലും പബ്ലിക് ബീറ്റ ടെസ്റ്റർ ആണെങ്കിലും ആ ഒരു ബീറ്റ ചെയ്യുക. എൻ്റെ ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതേപോലെ ഇന്നേ വരെ ആപ്പിൾ ചെയ്യാത്ത ഒരു പ്രമോഷനാണ് ഈ പറയുന്ന മെയ് 7 വരാൻ പോകുന്ന ലെറ്റ്സ് ലൂസ് എന്ന് പറയുന്ന ആപ്പിളിൻ്റെ ഫസ്റ്റ് 2024 ഏറ്റവും ആദ്യത്തെ ഇവൻ്റായ ഐപാഡിൻ്റെ ഇവൻറ്റിന് ആപ്പിൾ പ്രമോഷൻ കൊടുക്കുന്നത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഈ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയയിലും നല്ല രീതിക്ക് ആപ്പിൾ ഈ പറഞ്ഞ ഇവൻറ്റിനെ പുഷ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സമയം വെച്ച് നോക്കുമ്പോൾ നമുക്ക് 7 മണി രാത്രി 7:30 ഈ ഒരു ഇവൻറ്റ് വരുന്നത്. അതും അൺയൂഷ്വലാണ്. പൊതുവെ നമുക്ക് കാണുന്നത് 10:30 ആണ്, പക്ഷേ ഈ ഒരു ഇവൻറ്റ് നമുക്ക് 7:30 കാണുന്നത്. സോ നിങ്ങൾക്ക് ഓരോ കൺട്രിയിലും ഓരോ ടൈമിലായിരിക്കും, ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും ഈ ഇവൻറ്റ് നടക്കുക. അതിൻ്റെ ഫുൾ ഫ്ലഷ് ഡീറ്റെയിൽസും നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വെബ്സൈറ്റിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാവുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു ഇവൻറ്റിൽ നമുക്ക് കുറച്ചധികം ലീക്സ് വന്നിട്ടുണ്ട്. മാർഗർമിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് M4 ചിപ്സെറ്റ്, അതും ഈ പറഞ്ഞ AI ഫീച്ചേഴ്സ് ജാം പാക്ക് ചെയ്ത് വരുന്ന ആ ഒരു പുതിയ ചിപ്സെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഐപാഡ് പ്രോയിലായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. പൊതുവേ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ M4 അല്ലെങ്കിൽ പുതിയ ഒരു M സീരീസ് സിലിക്കൺ ചിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാക്കിലോ അല്ലെങ്കിൽ മാക് പ്രോ അങ്ങനെ വലിയ ആ ഒരു ഡിവൈസിലായിരിക്കും പുതിയ ചിപ്സെറ്റ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത്ര നാളുള്ള ഹിസ്റ്ററി മാറ്റിക്കൊണ്ട് പുതിയൊരു ഹിസ്റ്ററി എഴുതാൻ വേണ്ടി തന്നെ ഈ പറഞ്ഞ M4 ചിപ്സെറ്റ് ഐപാഡ് പ്രോയിൽ കൊടുക്കുമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഒരു കരക്കമ്പിയാണ്, നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ലീക്സ് തരുന്ന മാർഗർമൻ തന്നെയാണ് ഈ ഒരു ലീക്കും നമുക്ക് തന്നിരിക്കുന്നത്. ഐപാഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഐപാഡിനും അല്ലെങ്കിൽ ആപ്പിളിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആരാണെന്നറിയോ? ആപ്പിൾ ഹേറ്റേഴ്സ് എന്ന് പറയല്ലേ പ്ലീസ്. അതിനേക്കാട്ടും കൂടുതൽ ആപ്പിളിനെ വെറുക്കുന്ന ഒരു ആൾക്കാരാണ് യൂറോപ്യൻ യൂണിയൻ. ഇപ്പോൾ EU പറയുന്നത് ഐപാഡിലും സൈഡ് ലോഡിങ് കൊണ്ടുവരാം എന്നാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഫോർട്ട്നൈറ്റും ബാക്കി എപ്പിക് ഗെയിംസും ബാക്കി എല്ലാം തിരിച്ചു വരും. ആപ്പിളിൻ്റെ ആ ഒരു എക്കോ സിസ്റ്റം അനുസരിച്ച് അത്രയും കൺസീൽഡ് ആയിട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് എക്കോ സിസ്റ്റം വേറെ ഒരു ഡിവൈസിനും ഉണ്ടാവില്ല. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയും അതേപോലെ കുറച്ചും കൂടെ ലിബറലാക്കാൻ വേണ്ടിയുമാണ് EU ട്രൈ ചെയ്യുന്നതെങ്കിലും ഈ പറഞ്ഞ മാൽവെയർ അതേപോലെ ആൻഡ്രോയിഡ് ആകും ഈ പറഞ്ഞ iOS അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ എന്ന് പറയുന്നത്. സോ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വലുതായിട്ട് ഈ പറഞ്ഞ സൈഡ് ലോഡിങ്ങിനെ എൻകറേജ് ചെയ്യില്ല. നിങ്ങളുടെ താല്പര്യം എന്താണ് നമ്മുടെ വീഡിയോ എടുത്തോട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ iPhone 16 സീരീസിൽ നമ്മുടെ പല ഡിവൈസിന് സൈസ് സീരീസ് അല്ലെങ്കിൽ സൈസിൻ്റെ ആ ഒരു മോക്കപ്പ് നമുക്ക് റെൻഡറും ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ സ്ക്രീൻ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു സൈസ് റേഷ്യോയിലായിരിക്കും ഈ പറഞ്ഞ iPhone 16 സീരീസ് നമുക്ക് കാണാൻ പോകുന്നത്. 2026 അവസാനത്തോടെ ആയിരിക്കും ഈ പറയുന്ന വിഷൻ പ്രോ 2nd ജനറേഷൻ നമുക്ക് വരാൻ പോകുന്നതാണ് നമുക്ക് കിട്ടുന്ന ലീക്ക്. പക്ഷേ ആ ഒരു കാര്യം ഞാൻ ഒട്ടും വിശ്വസിക്കില്ല. കാരണം ആപ്പിളിൻ്റെ ഒരു ഓവർ ഹെഡ് ഹെഡ്ഫോൺസ് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ പുറത്ത് വെക്കുന്ന ഇത്രയും വലിയ ഹെഡ്ഫോൺസ് ഉണ്ട്, എയർപോഡ്സ് മാക്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഡിവൈസിന് ഇപ്പോഴും ഒരു 2nd ജനറേഷൻ വന്നിട്ടില്ല. അത്രയും ആപ്പിളിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആപ്പിളിന് സിസ്റ്റർ പെറായ ബീറ്റ്സ് ഇപ്പോഴും കുറേയധികം ഈ അടുത്ത് തന്നെ കുറച്ചധികം സോളോ 4 ഒക്കെ റിലീസ് ചെയ്തു. എന്നിട്ടും ആപ്പിൾ ഈ പറഞ്ഞ ഓവർ ഹെഡ് ഹെഡ്ഫോൺസ് ആയ ഈ പറഞ്ഞ എയർപോഡ് മാക്സ് 2nd ജനറേഷനിൽ റിലീസ് ചെയ്തില്ല. സോ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഇത്രയും കഷ്ടപ്പാടെടുത്തിട്ടുള്ള ഈ ഒരു വിഷൻ പ്രോ 2nd ജനറേഷൻ അടുത്ത കൊല്ലം 2026 അവസാനത്തിനുള്ളിൽ ആപ്പിൾ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് റൂമർ കേട്ടാൽ ഞാൻ വലുതായിട്ട് വിശ്വസിക്കില്ല. നിങ്ങളുടെ അഭിപ്രായവും ഇതേപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ അമേരിക്കയിലുള്ള കൂട്ടുകാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. കാരണം നമ്മുടെ ഐഫോണിൽ ആപ്പ് സ്റ്റോർ കിട്ടും. ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ ആപ്പിൾ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ആപ്പ് സ്റ്റോഴ്സ് ഉണ്ട്, ആപ്പ് സ്റ്റോർ ആപ്പ് ഉണ്ട്. ഇനി മുതൽ അമേരിക്കയിലുള്ള കൂട്ടുകാർക്ക് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ എംപ്ലോയി ആയിട്ട് സംസാരിച്ച് വീഡിയോ ചാറ്റ് ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റ് പറഞ്ഞ് അതേപോലെ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് വീഡിയോ കോൺഫറൻസിലൂടെ തന്നെ ഈ പറഞ്ഞ ഡിവൈസ് പർച്ചേസ് ചെയ്യാം. ഇത് ഓൺലി ഇൻ USA മാത്രമാണ് ഇപ്പോൾ. പക്ഷേ ഇനി കുറച്ച് നാൾ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മൾട്ടിപ്പിൾ കൺട്രീസിലേക്ക് ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ സ്പ്രെഡ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്.
നമ്മുടെ ലോകത്ത് ചിലതല്ല മിക്കവാറും എല്ലാ മെഡിക്കൽ എക്വിപ്മെൻറ്റും അതേപോലെ പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ FDA, അതായത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ വേണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വാളിറ്റി പാസ്സാവണം. ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അത് പാസ്സായാൽ മാത്രമാണ് ഈ ഒരു FDA അപ്രൂവ്ഡ് ആവുള്ളൂ. ഈ ഒരു FDAയുടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, MDDT, അതായത് മെഡിക്കൽ ഡിവൈസ് ഡെവലപ്മെൻറ്റ് ടൂൾ എന്ന് പറയും. ഈ MDDT ഏറ്റവും ആദ്യം പാസ്സായ ഒരു ഡിവൈസാണ് ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു FDA അപ്രൂവ് കിട്ടിയ ഈ ഒരു സെഗ്മെൻറ്റിൽ, വെയറബിൾ സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല ഓപ്ഷൻസ് അല്ലെങ്കിൽ റിസൾട്ട് തരുന്ന ആ ഒരു ഡിവൈസ് ആപ്പിൾ വാച്ചാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നമുക്ക് അത്ര വലിയ പോപ്പുലർ അല്ല, പക്ഷെ പുറത്തൊക്കെ ഈ ആപ്പിൾ വാച്ചിൽ എടുക്കുന്ന കുറേയധികം റിപ്പോർട്ട്സ് ഉണ്ട്. സ്ലീപ്പ് സൈക്കിൾ, അതേപോലെ ECG, സൈനസ് റിതം, പിന്നെ ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ്, ഇറഗുലർ ഹാർട്ട് റിതംസ്, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് നമ്മുടെ ഐഫോണിൽ ഹെൽത്ത് ആപ്പിൽ കിട്ടും. ഈ ഒരു ഹെൽത്ത് ആപ്പിലെ കാര്യങ്ങൾ റിപ്പോർട്ട്സൊക്കെ നമ്മുടെ ഡോക്ടേഴ്സിനും അതേപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന നമ്മുടെ മെഡിക്കൽ ചാർട്ട് നമ്മുടെ ഐഫോണിലും കിട്ടും. ഈ ഒരു ഓപ്ഷൻസ് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എല്ലാ മെഡിക്കൽ ഹിസ്റ്ററീസും ബാക്കി കാര്യങ്ങളും പുറത്തുള്ള രാജ്യങ്ങളിൽ, എസ്പെഷ്യലി USA അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഡോക്ടേഴ്സായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി എല്ലാ ആപ്പിൾ വാച്ച് യൂസേഴ്സും സന്തോഷത്തോടെ പറയാം, FDA അപ്രൂവ് ചെയ്ത ഈ ഒരു MDDT പ്രോഗ്രാമിൽ ഏറ്റവും ആദ്യത്തെ ആ ഒരു ഡിവൈസാണ് ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറേയധികം പുതിയ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്തായാലും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഇപ്പോഴും ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയ കാര്യങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കൊടുക്കും. പിന്നെ എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ ഒരു വെബ്സൈറ്റ്, നമ്മുടെ സ്വന്തം വെബ്സൈറ്റ് www.evica.com എന്ന് പറഞ്ഞ വെബ്സൈറ്റും ഞാൻ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും പറയുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Abel Xavier signing from Evica.